സൈഡിൽ നേരെ സൈഡിൽ പോയി എഫക്റ്റ് മാറിയാണ്. കളറ് നമുക്ക് ഉള്ള സാധനം തന്നെ. ഇതേ ഞാൻ അതേ എടുത്ത് അതേ ക്യാമറ തന്നെയാണ്, ഇത്രയും ക്വാളിറ്റിയൊക്കെ തന്നെയാണ്, അതേ ക്യാമറ തന്നെയാണ്. പക്ഷെ ഇത് വന്നപ്പോൾ ഉണ്ട് അത് നമുക്ക് ദൈവം തന്നെ ആ സെയിം ലൈറ്റാണ്. അതേപോലെ ഗോൾഡൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അവർ ടൈമാണ് ഗോൾഡൻ നമ്പർ. അപ്പോഴത്തേക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നല്ല ക്ലൗഡ് വരും, നല്ല പിങ്ക് കൈ കളർ വരും. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് വെച്ചാൽ ആ ഒരു വിഷ്വൽ സെൻസ് വേണം. കാണുന്നതിൽ എല്ലാത്തിലും ഒരു ഫ്രെയിം കണ്ടിരിക്കുന്ന ഒരു കഴിയും. ഇപ്പോൾ ഈ റൂമിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാറിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പോൾ ആദ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾ പറയും നമുക്ക് വേറെ എവിടെ നല്ല സ്ഥലം പോയി നോക്കാം. നല്ല സ്ഥലം ചീത്ത സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്തിൽ നിന്ന് നല്ല ഫോട്ടോ എടുക്കുന്നതിനാണ് കഴിവ്. ഈ റൂമിൽ ഈ ഒരു ഒറ്റ LED സ്ട്രിപ്പ് കൊണ്ട് മാത്രം നമുക്ക് നല്ല കുറേ ഫോട്ടോസ് നിങ്ങൾ തരും. നിങ്ങൾ ഇതുവരെ എടുത്ത നല്ല ഫോട്ടോസിൽ നല്ല ഫോട്ടോസാണ് ഈ പറയുന്നത്. എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടുമ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളോട് വരികയാണെങ്കിൽ ഞാനിപ്പോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു കാർ വെച്ച് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. അടുത്ത പ്രാവശ്യം ജീവിതത്തിൽ വരികയാണ്. അത് നിങ്ങളെ കഴിവ്. ഓരോ ടൈം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് നമ്മുടെ എക്സ്പീരിയൻസ് മിസ്റ്റേക്കാണ്. എത്ര മിസ്റ്റേക്ക് ചെയ്യുന്നു അടുത്ത പ്രാവശ്യം ആ മിസ്റ്റേക്ക് നമ്മൾ കവർ ചെയ്ത് ചെയ്യുന്നു. നമ്മൾ ശരി ചെയ്തില്ല, എല്ലാം ചെയ്തുള്ളൂ. ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തു. ഞാനും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കാണിച്ച ഫോട്ടോ ഒക്കെ കണ്ടെങ്കിൽ തലയ്ക്ക് കഴിയില്ല. അമ്മായി അട്ടക്കൂറ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനൊന്നും പോയില്ല. മിസ്റ്റേക്ക് ചെയ്ത മിസ്റ്റേക്കാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനും നോക്കിയിട്ടുള്ളൂ. അത് ഇമ്പ്രൂവ് ചെയ്തതിൻ്റെ അവസാനത്തെ ഫോർമാറ്റാണ് ഇത്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ട വീഡിയോ എങ്ങനെയാണ്? ഇത് 10-40 ഫോട്ടോ സ്റ്റിച്ച് വെച്ചെടുത്ത ഫോട്ടോയാണ്. ആൻഡ്രോയിഡ് ഊർജ്ജകൾ ഇപ്പോൾ ദുബായ് കംപ്ലീറ്റ് ആളില്ല. ഇപ്പം നിങ്ങളോട് ഞാൻ പറയാം ഈ ഒരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ഐഡിയ. ഊർജ്ജലിപ്പ് വേണം സെൻട്രലിൽ, അല്ലെങ്കിൽ ദുബായ് സ്ട്രീറ്റ് വേണം. ഇത് വേൾഡിലായിട്ടും ബിസിനസ് സ്ട്രീറ്റ് 4-ാമത്തെയാണ് ദുബായ് സ്ട്രീറ്റ്. അത് ആരും കാണാൻ പാടില്ല. രാത്രിയിലെ ലൈറ്റും വേണം, കൂടെ നടക്കി കാറും വേണം. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു ചേട്ടനിപ്പം ഈ ഐഡിയ ഞാൻ ചേട്ടനിപ്പം എങ്ങനെ എടുക്കാനാണ് ചേട്ടൻ പറഞ്ഞത്? ഒറ്റ ഫ്രെയിം മാറ്റമൊന്നുമില്ല. വേണമെങ്കിൽ വേറെ ഫ്രെയിം വെച്ചോ, പക്ഷേ സ്ഥലത്തിൽ എപ്പോഴും കാറ് വരുന്നതായിരിക്കും 100% ഉറപ്പാണ്. എല്ലാ സെക്കൻഡിലും സർവർ കാർ അറിയാലോ. ലോങ് സ്പോട്ട് എടുക്കുകയാണെങ്കിൽ ലൈറ്റിങ്ങിന് എപ്പോഴും പോകും. അപ്പോൾ ഒരുപാട് ഡിസ്റ്റർബിങ് ആണ്. അപ്പുറത്ത് ഇപ്പുറത്തും എല്ലാം കാറ് പോകും. ചേട്ടൻ ഐഡിയ ഉണ്ട്. ചേട്ടൻ എന്ത് ചെയ്യും? ചേട്ടൻ ഒറ്റ ദിവസം ടൈം പോകും. 6:30 മുതൽ 7 വരെ ടൈം. അതിനുശേഷം ചേട്ടൻ ഈ കാർ തിരിച്ച് പോകും. ചേട്ടനൊക്കെ ചുമ്മാ യൂട്യൂബിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ രാത്രി സൈഡിൽ പോകുന്നതെല്ലാം ഫെറാറി എന്നേ ഉള്ളൂ. നൈറ്റ് ലൈഫ് അവിടെ ഒരിക്കലും ആരും ഉറങ്ങുന്ന പരിപാടിയില്ലേ. ഉറങ്ങുന്നതല്ല ഇന്ത്യക്കാരില്ല. രാവിലെ വൈകിട്ട് ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഐഡിയ എന്താ? എം ടി സ്ട്രീറ്റ് ആയിരിക്കും. കാരണം എം ടി സ്ട്രീറ്റ് പറയുമ്പോൾ കാറായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് സ്പേസിൽ. ഇപ്പോൾ ഇവിടെയൊക്കെ വേറെ കാർ പോയി നമ്മൾ കോൺസ്പിറേഷനിൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ കാറിലോട്ട് ആരും നോക്കില്ല. അപ്പോൾ കട്ടായത്തിന് അപ്പുറത്ത് വല്ല മുഖാട്ടി വേറെ വല്ല പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേ നോക്കത്തുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഞാൻ ചേട്ടൻ ഇപ്പോൾ ഫ്രീ വന്നത്. ഇപ്പം എനിക്ക് വ്യൂസ് എന്ന് പറയാം 2 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പോലീസിനെ വേണമെങ്കിൽ ഞാൻ മറ്റേ സെറ്റപ്പൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ അത് വെച്ചാൽ എനിക്ക് ഈ റോഡിൽ കാർ നോക്കാനേ പറ്റുള്ളൂ. ട്രാഫിക് അപ്പുറത്തും ഇപ്പുറത്തും പോകും. അതെന്ത് ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ എവിടെയൊക്കെ കാർ വരാതിരിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ എളുപ്പ വഴി അത് ഞാൻ ചെയ്ത് വെച്ചു. 40 ഫോട്ടോസ് വെച്ചാൽ ഓരോ സൈഡിലെ റോഡിൽ ആൾ വരാത്തപ്പോൾ ആ ഫ്രെയിം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കും. ഈ 40 സെറ്റ് ഞാൻ ശ്രദ്ധിച്ച് നോക്കി എവിടെയൊക്കെ ആൾ വരുന്നുണ്ടോ വെച്ചാൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലവും ആൾ വരാൻ 7 മുതൽ 8:30 വരെ ഫോട്ടോ എടുക്കുന്ന 40 ഫോട്ടോസാണ് ഈ ക്യാമറ 40 ഫോട്ടോസാണ്. കാറിൻ്റെ ഷൂട്ട് ഞാൻ വേറെ എടുത്ത് രാത്രി ഫ്ലാഷ് വെച്ചടിച്ചു. ഈ ഞാൻ പറഞ്ഞല്ലോ വെറുതെ കാർ ഫോട്ടോ എടുക്കാൻ സുഖമില്ല, ലൈറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇല്ലാത്ത ഞാൻ വെച്ചിട്ട് ഞാൻ 5D ഫോട്ടോ എടുത്തിട്ട് 60D മറ്റേ ഫ്ലാഷ് മണിയാൻ കാശ് തരും. അപ്പോൾ 60D ഫ്ലാഷ് ഉണ്ട്. അതടിച്ചിട്ടാണ് ഈ രീതിയിൽ കാർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തത്. ഈ രീതിയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തു. ഫ്ലാഷ് അടിച്ചു, ഓരോ ഫ്ലാഷ് അടിച്ചു, ഓരോരോ ഫ്രെയിമിൽ ഓരോ ഫ്ലാഷ് അടിച്ചു. അങ്ങനെ ഈ കാർ മൊത്തം ഇതിപ്പോ ഞാൻ ആദ്യം കാറിന്റെ ഒരു ഓവർലേ, അതായത് ഇതൊരു കാറ്, ഇതൊരു കാറ്. അപ്പൊ ആക്ച്വലി ഇതാണ് സ്ഥലം. ഇത് ഞാൻ ഫോട്ടോ എടുക്കും. അതെ അതെ അതെ, എവിടെ ഇതാ സാധനം. അപ്പം ഞാൻ ആദ്യം ചെയ്തെന്ന് വെച്ചാൽ കാർ ഇങ്ങനെ പാർട്ടി വെച്ചിട്ട്
ബാക്ക്ഗ്രൗണ്ട് മൊത്തം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ 40 ഫോട്ടോസ് എടുത്തു. 40 ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന കാര്യം. കാരണം അപ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും, അറിയാലോ, വെളിച്ചം പോയിക്കൊണ്ടിരിക്കും. 7:30 മുതൽ 8:30 ആകുമ്പോൾ രാത്രി മാറി. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എല്ലാം കറക്റ്റ് ചെയ്തിരുന്നു. പെയിൻഫുൾ. എല്ലാവരും വിചാരിച്ചാൽ ഫോട്ടോഗ്രാഫി ഏറ്റവും എളുപ്പ ജോലിയാണ് എന്നാണ് ചെയ്തത്. ചുമ്മാ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേഷ്യൻസിൻ്റെ പുറത്ത് ഈ സാധനം ഒന്ന് കാണിച്ചു 40 ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ 40 ഫോട്ടോയും കറക്റ്റ് എന്ത് ചെയ്യും? ഒരു ആർട്ടികൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ ജോലി തീർച്ചു. നമുക്ക് വർക്കിൻ്റെ ടെൻഷൻ്റെ കൂടെ ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ തലയിലാണ്. ഇപ്പോൾ ഒരു അല്ലാത്തൊരു ഫീൽഡിൽ കമ്പ്യൂട്ടർ കമ്പനിയിലാണെങ്കിൽ നമുക്ക് ഒരാളുടെ തലയിൽ കുറ്റം പറയാൻ നോക്കാം. ഇത് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റാതാണ് കമ്പ്യൂട്ടർ. ഇപ്പം ഞാൻ എന്താ വെച്ചിട്ട് ആദ്യം ഇവിടെ ഒരു ഫ്ലാഷ് അടിച്ചു, പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് അടിച്ചു. എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ ലൈൻ കിട്ടാണ്ട്, കാറിൻ്റെ ലൈൻ കിട്ടാണ്ട്, പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ് അടിച്ചു. ഓക്കെ, 3/4 രീതിയിൽ കാർ അവിടെ ഉണ്ടെന്ന് കളിച്ചിട്ട് ഫ്ലാഷ് അടിച്ചു. ഇന്ത്യയിൽ ഒരു ഫ്ലാഷ് അടിച്ചു, കാരണം അവിടെ സീറ്റ് ഉണ്ട്, കാരണം അതാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓവറാകാൻ നോക്കണം. അത് അടിച്ച് കഴിഞ്ഞിട്ട് അറിയാൻ ഒക്കത്തില്ല. അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് ഞാൻ ക്യാമറ ഒരുപാട് ഡിസ്റ്റൻസ് അല്ല, ക്യാമറ ഇപ്പോൾ കാട് നിൽക്കുന്നത് ഓൾമോസ്റ്റ് 10-20 മീറ്റർ ഉണ്ട്. അവിടെ ഫോട്ടോ അടിച്ചിട്ട് ഞാൻ പിന്നെ ഓടി വന്ന് ഇവിടെ പോകും. കാരണം എനിക്ക് അസിസ്റ്റൻറ്റ് പരിപാടി ഇല്ല, ഞാൻ തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഞാൻ അവിടെ പോയി ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ തിരിച്ചു വന്നു. ഞാൻ പിന്നെയും ഫോട്ടോ എടുത്ത് ഞാൻ തിരിച്ചു വന്നു. 40 ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തിരിച്ചു വന്നു. പിന്നെ മൊത്തം ഒരു 60-70 വട്ടം ഓടി കഴിഞ്ഞിട്ട് 8:30 ആയപ്പോഴത്തേക്കും സമാധി ചെയ്യുന്നത് എൻ്റെ കാര്യം മൊത്തം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് 8:30 കഴിഞ്ഞപ്പോഴാണ് ഊർജ്ജയിലൊക്കെ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ ബിൽഡിംഗ് അവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ ലൈറ്റെല്ലാം കത്തുന്നത്. 8:30 വരെ വെയിറ്റ് ചെയ്ത് അവിടെ ലൈറ്റ് കത്തുന്നെങ്കിൽ ഓരോ 15 മിനിറ്റ് ആകുമ്പോൾ ഒരു ലൈർ അടുത്തെത്തി 9 മണിയാണ് തീരുമാനമായി. മൊത്തം ലൈറ്റും കത്തി അതിൻ്റെ ഫോട്ടോ എടുത്തു. വീട്ടിൽ ചെന്ന് ഇതെല്ലാം പ്രിസൈസ് ആയിട്ട്, അതായത് ഇതിൻ്റെ ഈ ഫോട്ടോ ത്രൂ ഔട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾ കാണത്തില്ല. അത് കംപ്ലീറ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഒരിടത്തും ഈ ഫോട്ടോസ് ഒന്നും സ്റ്റിച്ച് ചെയ്തൊന്നും കാണാനേ പറ്റത്തില്ല. എല്ലാ ഏരിയയിലും ബിൽഡിംഗ് എല്ലാം ക്ലിയർ ആണ്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ തന്നെ അത്രയും രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് എല്ലാം നോക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊക്കെ ഏതൊക്കെ ഫോട്ടോയിലാണ് ഏതൊക്കെ ലെയർ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബിൽഡിംഗ് 1, ബിൽഡിംഗ് 2, ബിൽഡിംഗ് 3, ബിൽഡിംഗ് 4 എൻ്റെ ഫോട്ടോഷോട്ട് ലെയർ 10-20 ലെയറാണ്. എല്ലാം കൂടെ വച്ചിട്ട് ഓൾമോസ്റ്റ് 9 മണിക്കൂർ പോസ്റ്റ് സീൻ, പിന്നെ 4 മണിക്കൂർ ഫോട്ടോഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് അവസാനം ഫൈനൽ ടച്ചിങ്ങും കോൺട്രാസ്റ്റ് ഞാൻ പറഞ്ഞ കളറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് പ്രിൻറ്റ് സെറ്റിലായിട്ട് 12 മണിക്കൂറിൻ്റെ പെയിനാണ് ഈ ഒറ്റ ഫോട്ടോ. അതിന് വരുന്ന കമൻറ്റ് ഗുഡ് വൺ അടിയുക ഇപ്പം ഒന്നെയാണെങ്കിൽ അറിയാം പോരാ, കഴിഞ്ഞ വർഷനൊക്കെ പോരാ. ചില ഈ കമൻറ്റ് അടിക്കുന്ന ആക്ച്വലി ആൾക്ക് ഇതിൻ്റെ പെയിൻ അറിയില്ല. നമ്മളിപ്പോൾ അവർ നോക്കുമ്പോൾ ഇത് ഒറ്റ ഫോട്ടോയാണ്. 40 ഫോട്ടോ, ഇത് 60 ഫോട്ടോ എടുത്ത് ചെയ്യാൻ ഇത്രയും പെയിൻഫുൾ പരിപാടിയാണ്, ഭയങ്കര പെയിൻഫുൾ പരിപാടിയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സാധനം നമ്മൾ പറഞ്ഞ് ഉദ്ദേശിച്ചതൊക്കെ നല്ലതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ അടുത്ത 3-4 ഫോട്ടോ എടുക്കാനുള്ള എനർജി ആണ്. നമുക്ക് കിട്ടുന്ന പേയ്മെൻ്റ് അല്ല, നമുക്ക് ഇതിൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ല. പേയ്മെൻറ്റ് നമുക്ക് സർവൈവ് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പിലോട്ട്. നമ്മൾ ജസ്റ്റ് ആഹാരം കഴിക്കാൻ നമുക്ക് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴും ഒരു ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഭയങ്കരമാണ്. അതാണ് ഈ ലോകത്തായിട്ട് ഹാപ്പിയസ്റ്റ് ജോബ് എന്നാണ് ഫോട്ടോഗ്രാഫി. പക്ഷെ അതുപോലെ പെയിൻഫുള്ളാണ്, കാരണം ബ്രേക്ക് കിട്ടത്തില്ല. ഞാൻ ചേട്ടനപ്പം മെസ്സേജ്, ഞാൻ ആ സമയത്ത് ചാർജല്ലായിരുന്നു, കയ്യിലാണ് 10-30 ദിവസം. അച്ഛനോട് വിളിക്കണമുണ്ട്, പക്ഷെ അച്ഛനെ വിളിക്കാൻ പേര്, അച്ഛൻ്റെ ടെൻഷനായി. മോനിപ്പോൾ ഒരിടത്ത് ചാർജ് എനിക്ക് പട്ടിണ പറയാനും തോന്നിയില്ല. നല്ല വിഷപ്പിരുന്നിട്ട് നല്ല ഇപ്പം മറീന ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടിയിൽ വെള്ളം ഫ്രീ ആണ് പള്ളിയിൽ. അതും കുടിച്ചിട്ട് ഫ്യൂച്ചർ പ്ലാനിങ് ആയിട്ട് അവിടെ ഈ ലൈറ്റ് ഈ ഫൗണ്ടൻ ഇങ്ങനെ കംപ്ലീറ്റ് പോകും. പൈസക്കാരെ ലോകത്തൊരിടത്ത് കഷ്ടപ്പെടുന്നത് നല്ല പ്രയാസമാണ്. അതിങ്ങനെ ഈ ലൈറ്റെല്ലാം കണ്ട് വഴി പോകുന്ന ഫെറാറെല്ലാം കണ്ട് അപ്പോഴും നമ്മൾ 100 വട്ടം ചോദിക്കും, ഞാനെടുത്ത ഈ ഡിസിഷൻ ശരിയാണോ അല്ലയോ, ഫോട്ടോഗ്രാഫി വേണോ വേണ്ടത്. ഒരു 100 വട്ടം കിട്ടുന്ന എപ്പോൾ കിട്ടിയ മൈനസ് പോയിന്റും ആൾക്കാർ പറയുന്ന കുറ്റം, ആനിമേഷൻ പഠിച്ച് നല്ല മാർക്ക് പഠിച്ചിട്ട് ഫോട്ടോഗ്രാഫി ജോയിൻ ചെയ്ത് എന്തിനാ പഠിക്കാൻ പോയില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞത് ഒരുപാട് മൈനസ് പോയിന്റ് ഡ്രോബാക്കാണ് എപ്പോഴും. അപ്പോൾ ആ ഡ്രോബാക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഫോട്ടോഗ്രാഫി വെച്ചാൽ നിങ്ങൾക്ക് മൂഡില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോഗ്രാഫി വരില്ല. ബാക്കി എല്ലാ ജോലിയും നിങ്ങൾക്ക് ചെയ്യാം, ലോകത്തെ എല്ലാ ജോലിയും. സയൻറ്റിസ്റ്റിൻ്റെ മരുന്ന് വേണം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് മൂഡ് നോക്കുന്ന 3 കാര്യമാണ് ഡാൻസ്, പാട്ട്, ഇതെല്ലാം. കാരണം നിങ്ങളുടെ മൂഡാണ് നിങ്ങളുടെ ഐസ് തരുന്നത്. നിങ്ങൾ നല്ല എനർജറ്റിക് ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലവ് ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്ത് നിങ്ങൾ ഭയങ്കര ഡള്ളായിരിക്കും. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ എല്ലാം ഡീപ് സോറോ ഫീൽ വരും. നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അത് നിങ്ങൾ കണ്ടു കാണത്തുള്ളൂ. ആദ്യം